അപ്പോൾ നമ്മൾ ഈ സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഭാഗ്യവശാൽ ഈ എക്യുമെനിസത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ റോമിലൊരു പഠനം, ഡോക്ടറേറ്റ് അതൊക്കെ സമ്പാദിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പുസ്തകങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു എന്നതിനേക്കാൾ അത് പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് വാട്ട് ഷുഡ് ബി ദ ഫ്യൂച്ചർ, അതൊക്കെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സൂചനകളാണ്. പക്ഷേ ഇത് ജീവിച്ച അനേകം പേരോടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ, പല സഭകളിലുള്ളവരോട് സ്ഥാപിക്കാൻ റോമിലെ എൻ്റെ പഠനകാലത്തും പിന്നീട് സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ അവരെ മനസ്സിലാക്കിയത് വളരെ പരിമിതമായിട്ടാണല്ലോ എന്നോർത്തിട്ടുണ്ട്. തിരക്ക് പിടിച്ച ഒരു ട്രെയിൻ യാത്രയിൽ റോമിലെ ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു വൈദികൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യും. ഇത് രാവിലെ ഒരു 6:30 മണിയാണ്. തിരിച്ച് റോമിലേക്ക് വരികയാണ്. എനിക്ക് അന്ന് ഒരു പരീക്ഷ കൊടുക്കാനുണ്ട്. തലേദിവസം ഞങ്ങൾ അവിടെ ഒരിടത്ത് ഒരു പള്ളിയിൽ പോയി താമസിച്ചിട്ട് വരികയാണ്. എൻ്റെ കൂടെയുള്ള വൈദികൻ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വൈദികനാണ്. അപ്പോൾ ഈ ട്രെയിനിൽ ചെറുപ്പക്കാരും ആളുകളൊക്കെ അടങ്ങിയ ധാരാളം പേര് അവിടെ യാത്രയാണ്. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ ആൾക്കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് ഒരു സീനാക്കണം, അല്ല നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ശീമോ നമസ്കാരം മലയാളം ഞങ്ങളുടെ സഭയിലെ വൈദികർ ഉപയോഗിക്കേണ്ട പ്രാർത്ഥന എടുത്തിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അത്ര വലിയ ആവേശത്തോടെയൊന്നും അല്ല തുടങ്ങിയത്, കൂട്ടത്തിൽ ചേർന്നതെന്നുള്ളത് സത്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഞാനിപ്പം റൈജുവിനോടോ എന്നെ കേൾക്കുന്നവരോട് ഇത് പങ്കുവെച്ചത്, ആ മനുഷ്യനെ എനിക്ക് അപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിലാണ് എനിക്കറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിന് മറ്റൊന്നും തടസ്സമല്ല. അദ്ദേഹം കുരിശ് വരച്ചു, ഉറക്കെ പ്രാർത്ഥിച്ചു. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു രോഗമുള്ളതിൻ്റെ ലക്ഷണമൊന്നുമല്ല. പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ആ നിമിഷം വരെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നതിൽ നിന്ന് അല്പം കൂടി ആഴപ്പെട്ട് മനസ്സിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, നമ്മളൊരാളെ കാണാൻ വരുന്നു. അപ്പോൾ പിതാവേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിരിഞ്ഞാലോ? ജീവിതത്തിലെ പുതിയൊരു അനുഭവമായിരുന്നു പലപ്പോഴും. നമ്മൾ സാധാരണ നമ്മുടെ ഒരു കാത്തലിക് അപ്രോച്ചിൽ പ്രാർത്ഥിച്ചോളാം എന്ന്, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിച്ചോളാം, നമ്മൾ പിരിയുകയാണ്. ഇത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞാൻ പരിചയപ്പെട്ടത് മർത്തോമാ സഭയിലെ കുടുംബങ്ങളെയും അച്ഛന്മാരെയും തിരുമേനിമാരെയുമാണ്. ഒന്ന് അതിലൊരു അതിശയോക്തിയും കാണണ്ട. എന്നെ കാണാൻ വരുന്ന ഒരു തിരുമേനി പോകുന്നതിന് മുമ്പ് ഓഫീസിലിരുന്ന് തന്നെ പറയും, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പിരിയാം പിതാവേ. അത് ചെറിയൊരു കാര്യമല്ല, പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അത് ഈ മർത്തോമാ സഭയിൽ നിന്ന് ഞാൻ കണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദശാംശം കൊടുക്കുന്നു, കാണിക്കയിടുന്നു, സ്തോത്രകാഴ്ച ഇടുന്നു. ഇത് കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ മേശപ്പുറത്ത് വെച്ച് അതിന്മേൽ പ്രാർത്ഥിച്ച് അത് സ്വീകരിച്ച് കുർബാനയുടെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടെന്നതുപോലെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച ഈ CSI പള്ളിയിലും മറ്റ് പ്രോട്ടസ്റ്റന്റ് സഭകളുടെ പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ കൈക്കാരന്മാരോ കണക്കന്മാരോ ഇത് ശേഷം നമ്മളുടെ ഓഫീസിൽ ഇത് കുടഞ്ഞിട്ടിരുന്ന എണ്ണിയെടുത്ത് തീർത്ത് കണക്കെഴുതുന്ന ഒരു രീതിയാണല്ലോ നമുക്ക് പരിചയം. ഇത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച്, ഇത് കൊണ്ടുവന്നവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ അധ്വാനങ്ങളെയും അവരുടെ തലമുറകളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്നു. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്.